ഓക്കെ, പേര് അമൃത. അമൃത. അമൃത, മോഹിനിയാട്ടം പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ല, ഒരാളെ കൊണ്ടുതന്നെ നമുക്ക് ഇങ്ങനെ ഞാൻ പറയട്ടെ, കുച്ചിപ്പുടി. ഞാനൊരു സിംഹമാണ്, ഞാനും പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ഒരു കലാകാരിക്ക് ഒരു കലാകാരിയെ തിരിച്ചറിഞ്ഞപ്പോ കണ്ടുള്ള സന്തോഷം കണ്ടില്ലേ? അപ്പൊ നിങ്ങളുടെ കൂടെ പേര് ചോദിക്കാം. പേര് പറഞ്ഞോ. ദേവി നന്ദനം. നിത്യശ്രീ. തലസ്ഥാനത്ത് തന്നെയാണോ അതോ ആലപ്പുഴ? പത്തനംതിട്ട. എല്ലാ ജില്ലക്കാരും പറഞ്ഞ പോലെ. ശരി, അപ്പോ നിങ്ങൾ ഈ ഒരു ഡാൻസ് ചെറുപ്പം മുതലേ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഇപ്പൊ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ തൃശ്ശൂരിലല്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ 3 പേരും. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്? നിങ്ങൾ മത്സരിച്ചതിന് ശേഷം, മത്സരിക്കുന്നതിന് മുമ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരത്തിന് മുമ്പ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ കളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ആളുകളുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആലപ്പുഴക്കാരി ഞാൻ മാറിപ്പോയി. അതുപോലൊക്കെ തന്നെ എല്ലാം. ചേച്ചി ഒരു മിനിറ്റ്, ഒരാള് പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടാ നിക്കണത്. ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ആളെ പെർഫോം ചെയ്യിപ്പിച്ചാലോ? വെയിറ്റ് ചെയ്യിപ്പിച്ച ശാപം കിട്ടും. അതെ, കാരണം അത്രയും അതെന്ന് വെച്ചാൽ കുട്ടികൾ പെർഫോം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. അത്ര എപ്പോഴാ റെഡി ആയത്? ഞാൻ 11-12 മണി. 12 മണിക്ക് ഞങ്ങൾ റെഡിയായ. എത്ര മണി? 11-12 മണിക്കൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത്. അതെ, ഈ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആള് റെഡിയാണ്. സോങ് റെഡിയാണോ? സോങ് റെഡിയാണ്. ഓക്കെ. തുളസീദളം ഇവൾ തുളസീദളം ഇവൾ രംഗനാഥനാം ഹരിയേ ആണ്ടവള ഗ്രഹാര തുളസീദളം ഇവൾ രംഗനാഥനാം ഹരിയേ ആണ്ടവള ഗ്രഹാര തുളസീദളം ഇവൾ രംഗനാഥനാം ഹരിയേ ആണ്ടവള വളരെ നല്ലൊരു പെർഫോമൻസ്. അതന്നെ, നമ്മുടെ കൈയടി ചോദിക്കണതിന്റെ മുമ്പ് അവിടെ കൈയടിക്കുന്നുണ്ട്. പക്ഷെ എത്ര മാസത്തെ കഷ്ടപ്പാടാ മോളെ? ഞങ്ങൾ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തത്. ആരാ ഗുരു? എൻ്റെ ഗുരു മോഹിനിയാട്ടം ഡോക്ടർ മഹേഷ് പിള്ളൈ, ഭാവമിശ്ര സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് സാറും വൈഫ് വൃന്ദ മാമും ഗുരുവാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള നയനം ഡാൻസ് അക്കാഡമി ബൈജു സാറും ഗുരുവാണ്. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട്, ഇനി മത്സരിക്കാനുണ്ട്. ഇതിന്റെ റിസൾട്ട് വരാനുണ്ട്. അപ്പൊ ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തിട്ടേ നമുക്കൊരു സമ്മാനം കൊടുത്താലോ? തീർച്ചയായിട്ടും എക്സിബിഷൻ നൽകുന്ന ഒരു സ്നേഹോപഹാരം. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മള് രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അവരും പെർഫോം ചെയ്യുന്നതാണ്. റെഡിയാണ്. അവര് രണ്ടാളും ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന പറഞ്ഞത്. ആണോ?
അടിപൊളിയായിരുന്നല്ലേ ചേച്ചി? കിട്ടില്ല. അയ്യോ കാണാനൊക്കെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് മുഴുവനും കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പാട്ടടിക്ക് വലിക്കുന്നത്. അതും രണ്ടുപേരുടെയും ഗുരു ഒന്നാണ് അല്ലേ? ആരാണ് ഗുരു? മഹേഷ് സാറും വൃന്ദ ടീച്ചറും. മഹേഷ് സാറും വൃന്ദ ടീച്ചർ. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും പെർഫോം ഉണ്ടോ? ഭരതനാട്യം എൻ്റെ കഴിഞ്ഞു. ഇന്നലെ മോഹിനിയാട്ടം. ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ പേഴ്സണലി നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. മോഹിനിയാട്ടത്തിന് വേറൊരു ഒരു സ്റ്റൈലാണ്. കുച്ചിപ്പുടി കുറച്ചും കൂടെ ഫാസ്റ്റ് അല്ലേ? കുറച്ചും കൂടി എക്സ്പ്രസീവ് ആണ് കുച്ചിപ്പുടി അല്ലേ? ഏത് കളിക്കാൻ ഏറ്റവും ഇഷ്ടം ഏതാ? മോഹിനിയാട്ടം. ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും കുച്ചിപ്പുടിയിലോട്ടാണ് കൂടുതൽ എല്ലാവരും പറയാറ്. അപ്പൊ നമുക്ക് വേണ്ടി അടിപൊളിയായിട്ട് പെർഫോം ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അപ്പൊ നമ്മളുടെ ഗിഫ്റ്റ് പോരട്ടെ. താങ്ക് യു. ഓക്കെ, അതാണ് കയ്യടി നമ്മൾ ചോദിച്ചൊക്കെ ഇടയ്ക്ക് മേടിക്കും. പക്ഷെ അല്ലാണ്ട് നമ്മൾ തരുന്നതിൽ നമുക്ക് സന്തോഷം. അവരുടെ റിസൾട്ട് വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതൊരു തുടക്കം മാത്രം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് അയ്യോ ആരാവാനാണ് ആഗ്രഹം? ഒരു പ്ലാനും ഇല്ല. ഡാൻസ് കണ്ടിന്യൂ ചെയ്യണോ അതോ വെറും മത്സരങ്ങളിൽ മാത്രം ഒതുക്കാനാണോ താല്പര്യം? ഇല്ല, ഡാൻസ് കണ്ടിന്യൂ ചെയ്യും. ഭാവിയിൽ ഒരു ഡാൻസ് ടീച്ചർ ആവോ? ഉറപ്പായും. അപ്പൊ അതിനൊരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ ടയേർഡ് ആയിട്ടും കുട്ടികൾ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ബൈ.